ഇറാൻ സമാധാന നിർദ്ദേശങ്ങൾ ചിലത് പാകിസ്ഥാനെ ദൂതനാക്കി അമേരിക്കയ്ക്ക് മുന്നിൽ ട്രംപിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ പുതിയ സമാധാന നിർദ്ദേശങ്ങളും പ്രസിഡന്റ് ട്രംപ് തള്ളിക്കളയുന്ന പശ്ചാത്തലം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായകമായി മാറുകയാണ്. ഒരു കരാറിന് ഇറാൻ തയ്യാറാണെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് ആ ട്രംപിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. So they want to make a deal, but I'm not satisfied with it. So we'll see what happens. Iran wants to make a deal because they have no military left, essentially, and they want to make a deal, but I'm not satisfied with it. ഹോർമുസിൽ ഉപരോധം അമേരിക്ക തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 45 കപ്പലുകളെ US സേന തടഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇതിനിടെ US കോൺഗ്രസിൽ ഇറാൻ യുദ്ധം അവസാനിച്ചെന്ന് പറഞ്ഞ് ട്രംപ് ഒരു കത്തും വെള്ളിയാഴ്ച നൽകി. അതും ചില നിർണായകമായ ചില ട്രംപിൻ്റെ നടപടികളുടെ ഭാഗമായാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ എതിർപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ US കോൺഗ്രസിൻ്റെ കൂടി അനുവാദം തനിക്ക് പ്രസിഡന്റ് നിലയിൽ തനിക്ക് വേണ്ട യുദ്ധത്തിന് എന്ന് വരുത്തീർക്കാനുള്ള ശ്രമങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഇതിനെതിരെ US കോൺഗ്രസിൽ വലിയ വിമർശനങ്ങൾ ട്രംപിനെതിരെ ഉയരുന്ന പശ്ചാത്തലം അമേരിക്കയിൽ ഏറെ നിർണായകമായി മാറുമ്പോഴാണ് പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അജയ്, ആണവായുധ നിരായുകരണമില്ല, ഹോർമുസ് നിയന്ത്രണം വിട്ടുതരില്ല എന്ന ചില നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത് സമാധാന ചർച്ചകൾക്കായി. പക്ഷേ ഇപ്പോൾ പുതിയ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കരാറുകളോ എന്തെങ്കിലും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അതിൽ തട്ടിയാണോ ഇപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, ഇപ്പോൾ ഇറാൻ രണ്ടാമത് സമർപ്പിച്ച പുതിയ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇറാൻ ആദ്യം സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ തീർച്ചയായിട്ടും ഹോർമുസിന്റെ നിയന്ത്രണം അത് ഇറാന് വേണം, അതുപോലെ തന്നെ ആണവായുധം നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഇറാന് നൽകണം എന്നീ കാര്യങ്ങളെല്ലാം സുപ്രധാനമായി ഉണ്ടായിരുന്നു. അതുപോലെ യുദ്ധത്തിന്റെ നഷ്ടപരിഹാരം, ഇനി ആക്രമിക്കരുത് എന്നുള്ള വ്യവസ്ഥ, അത്തരം നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. പുതിയ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് ഇനി ഉടൻ തന്നെ ലഭിക്കും എന്നാണ് പ്രതീക്ഷ. പാകിസ്ഥാൻ മുഖേനയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇറാൻ ഇത്തരം ഒരു നിർദ്ദേശങ്ങൾ US-ന് സമർപ്പിച്ചത്. ഇപ്പോൾ ഏറ്റവും പുതുതായി ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ പുതിയ നിർദ്ദേശങ്ങളിലും താൻ തൃപ്തനല്ല എന്ന് തന്നെയാണ്. അതായത് ഇറാൻ ഒരു ഡീലിനായി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കരാറുണ്ടാക്കാൻ ഇറാൻ വല്ലാതെ സമ്മർദ്ദം ചെലുത്തുന്നു. പക്ഷേ ഇറാൻ പുതുതായി സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ താൻ തൃപ്തനല്ല, ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാവരെയും ആശങ്കയിലാക്കുന്ന മറ്റൊരു കാര്യം കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാര്യങ്ങൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് താൻ ആഗ്രഹിക്കുന്നത്. കാരണം പെട്ടെന്നൊരു ഡീലിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ, അതായത് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ വേണ്ടി പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ ഇറാനുമായിട്ടൊരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇനി 2-3 വർഷങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ വീണ്ടും പഴയപടിയാകും. അത് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിരന്തരമായ ഒരു സമാധാനമാണ് US ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇറാനുമായി ഒരു കരാർ ഒപ്പിടൂ എന്നാണ് ട്രംപ് നിലവിൽ പറയുന്നത്. പക്ഷേ US-ന്റെ ഈ ഉപരോധങ്ങൾ ഹോർമുസിൽ തുടരുന്നിടത്തോളം ലോകത്തിന്റെ അവസ്ഥ അത് വളരെയധികം ഒരു ആശങ്കാജനകം തന്നെയാണ്. ഇതിനോടകം തന്നെ പല രാജ്യങ്ങളിലും ഇപ്പോൾ പെട്രോളിയം, ഡീസൽ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, വളങ്ങൾ, അതുപോലെ കെമിക്കലുകൾ തുടങ്ങി പല കാര്യങ്ങളിലും കടുത്ത ക്ഷാമം തന്നെ നേരിടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ട്രംപ് തന്നെ US കോൺഗ്രസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില നീക്കുപോക്കുകളും കൂടി US-ൽ നടത്തുന്നുണ്ട്. അതായത് ഈ ഇറാനുമായി പാകിസ്ഥാനാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്, മധ്യസ്ഥ ശ്രമം നടത്തുന്നത്. ആദ്യ ചർച്ച നടന്നിരുന്നു. രണ്ടാമത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് ശ്രമങ്ങൾ ഉണ്ടായി, പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ വഴിയുള്ള നിർദ്ദേശങ്ങൾ, ഇറാൻ ഏതാണ്ട് സമാധാനത്തിന് തയ്യാറാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം ആഭ്യന്തര പ്രശ്നങ്ങൾ ആ രാജ്യം അനുഭവിക്കുന്നുണ്ട്. ഭരണകൂടത്തിൽ ഭിന്നതയുണ്ട്, സാമ്പത്തികമായ പ്രശ്നമുണ്ട്, ഉപരോധം അവർക്ക് ചില്ലറ പ്രതിസന്ധികളല്ല സൃഷ്ടിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം സമാധാനത്തിന് തയ്യാറായി നിൽക്കുമ്പോഴും അവരുടെ ചില നിബന്ധനകൾ, നിർദ്ദേശങ്ങൾ അത് പാകിസ്ഥാൻ വഴി അറിയിച്ചത് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അത് ട്രംപ് ഇനിയിപ്പോൾ ട്രംപിന്റെ നീക്കം എന്താകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും ട്രംപ് പാകിസ്ഥാന് നന്ദിയും പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ആണെങ്കിലും അതുപോലെ ഫീൽഡ് മാർഷൽ അസീം മുനീർ ആണെങ്കിലും ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമം നടത്തുന്നുണ്ട്. അവരോട് തനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ പാകിസ്ഥാനാണെങ്കിലും കാര്യങ്ങൾ ഒരു നീക്കുപോക്കുണ്ടാക്കാൻ നിലവിലുള്ള ഇറാനിലെ നിലപാട് കാരണം സാധിക്കുന്നില്ല എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞിരുന്നു. ഇപ്പോൾ ട്രംപ് സൂചിപ്പിച്ചിരുന്ന, അതായത് ട്രംപ് തന്നെ നിരന്തരം അവകാശപ്പെടുന്ന പല കാര്യങ്ങളിലും വാസ്തവമുണ്ട്
ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഇറാനിലുള്ള ഭരണ നേതൃത്വത്തിലെ ഭിന്നതകൾ പ്രധാനമായിട്ടും ഇപ്പോൾ IRGC ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ നിരന്തരമായിട്ട് US-നെതിരെ വെല്ലുവിളികളുമായി രംഗത്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ഹോർമുസിലുള്ള ഉപരോധം തുടർന്നു കഴിഞ്ഞാൽ തങ്ങൾ സഹിച്ചു കൊടുക്കില്ല, US-നെ എത്രയും വേഗം ആക്രമിക്കും, ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. പക്ഷേ മറ്റൊരു വശത്ത് US-മായി നയതന്ത്രപരമായി ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് കാരണമാണ് പെട്ടെന്ന് തന്നെ ആദ്യഘട്ട നിർദ്ദേശങ്ങൾ US തള്ളിയതിന് പിന്നാലെ പെട്ടെന്ന് തന്നെ അടുത്ത ഘട്ട നിർദ്ദേശങ്ങളും ഇറാൻ US-ന് സമർപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ട്രംപ് അത് തള്ളിക്കളഞ്ഞതിന് പിന്നാലെ ഇനി ഇറാന്റെ നീക്കം എന്താകും എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് ട്രംപ് കാത്തിരിക്കുന്നത് അജയ് ഇറാന്റെ തകർച്ചയാണ്. എത്ര കാലം ഇറാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാനാവും എന്നുള്ള ചോദ്യം ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഓയിൽ നീക്കം നടക്കുന്നില്ല, ഒരുപാട് ഈ പറഞ്ഞതുപോലെയുള്ള സാങ്ഷൻസ് ഇറാൻ നേരെയുണ്ട്. അതൊക്കെ അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെ താറുമാറാക്കുന്നുണ്ട്. ഒപ്പം ഭരണ നേതൃത്വത്തിൽ സൈന്യവും അവിടുത്തെ പ്രസിഡന്റും തമ്മിലുള്ള ഭിന്നതയടക്കം ഇറാനെ തകർക്കും. അങ്ങനെ അവർ സ്വമേധയാ ഈ കരാറിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രംപ് ഇപ്പോഴും ഉള്ളതെന്ന് കരുതണം. തീർച്ചയായിട്ടും ട്രംപ് അത്തരമൊരു നീക്കം തന്നെയാണ് നടത്തുന്നത്. കാരണം കാര്യങ്ങൾ കുറച്ചുകൂടി നീട്ടിക്കൊണ്ടുപോയി ഒരു സമ്മർദ്ദത്തിലൂടെ ഇറാനെ US-ന്റെ നിർദ്ദേശങ്ങൾ അനുസരിപ്പിക്കുക, ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നീക്കമെന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വരെ അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനമുണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. തീർച്ചയായിട്ടും ഇത് ലോകത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും ട്രംപിന് വ്യക്തമായ ഒരു ലക്ഷ്യം ഈ പരാമർശത്തിലൂടെയാണെങ്കിലും ഉണ്ട്. അതായത് കാര്യങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇറാനെ ചില്ലറയൊന്നുമല്ല സാമ്പത്തിക കുരുക്കിലാക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാകും US ഇപ്പോഴുള്ള ഇത്തരം പുതിയ ഉപരോധങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അങ്ങനെയാണ് ഇറാനിൽ ചില വ്യാപാരികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം വരെ ഉയരുന്ന ഘട്ടമുണ്ടായത്. അപ്പോൾ ഈ പുതിയ തരം ഉപരോധങ്ങൾ, ഇറാന്റെ രഹസ്യ ബാങ്കിംഗ് ശൃംഖലയെ തകർക്കുന്ന നടപടികൾ, ഇറാന്റെ ഏതാണ്ട് 500 മില്യൺ ക്രിപ്റ്റോ ആസ്തികൾ കണ്ടുകെട്ടുന്ന നടപടി, അപ്പോൾ ഇതെല്ലാം അവരെ വലിയ രീതിയിൽ തന്നെ ഒന്ന് പിടിച്ചുലച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോയി ഇറാനെ US-ന്റെ നിർദ്ദേശങ്ങൾ, പ്രധാനമായിട്ടും ആണവ വിഷയത്തിലുള്ള നീക്കുപോക്ക്, യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഒരു കൈമാറ്റം, പിന്നെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം, ഇത് മൂന്നും US-ന് താല്പര്യമുള്ള രീതിയിൽ നടത്തിയെടുക്കാനാണ് നിലവിൽ ട്രംപിന്റെ ലക്ഷ്യമെന്നാണ് തോന്നുന്നത്. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ ഒരു കരാറിൽ ഞങ്ങൾ ഒപ്പിട്ടാൽ 2-3 വർഷം കഴിയുമ്പോൾ കാര്യങ്ങൾ പഴയപടി തന്നെയാകും, തങ്ങളത് ആഗ്രഹിക്കുന്നില്ല, നിരന്തരമായ ഒരു സമാധാനം, അതാണ് US-ന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹം ചില രാഷ്ട്രീയ നാടകങ്ങൾ US-ൽ നടക്കുന്നത് നമ്മൾ എടുത്തു പറയണം. കാരണം ഇപ്പോൾ US കോൺഗ്രസിനെ തന്നെ ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഇറാന് നേരെയുള്ള സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോഴും 50,000-ലധികം US-ന്റെ സൈനിക ഉദ്യോഗസ്ഥരും US-ന്റെ 3 യുദ്ധക്കപ്പലുകളും നിരവധി യുദ്ധവിമാനങ്ങളും ഇപ്പോഴും പശ്ചിമേഷ്യയിൽ തന്നെ വിന്യസിച്ചിരിക്കുകയാണ്. അതാണ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നത്. ഇപ്പോഴും സൈനികരെ അവിടെ വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നത് എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ ചോദിക്കുന്നത്. ശരിക്കും ട്രംപ് ഇവിടെ ഒരു നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ്. കാരണം 1973 നിലവിൽ വന്ന അമേരിക്കയിലെ വാർ റെസൊല്യൂഷൻ ആക്ട് പ്രകാരം ഒരു പ്രസിഡന്റിന് US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ വേണമെങ്കിൽ മറ്റൊരു രാജ്യത്തിന് നേരെ സൈനിക നീക്കം നടത്താൻ സാധിക്കും. പക്ഷേ 60 ദിവസത്തിന് ശേഷം US കോൺഗ്രസിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൈനിക നടപടി തുടരാനാവുകയുള്ളൂ. പക്ഷേ ട്രംപ് നിലവിൽ ഈ ഒരു സൈനിക നീക്കം അവസാനിച്ചു എന്ന് US കോൺഗ്രസിനെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം ഒരു നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ്. കാരണം ഇത്തരത്തിൽ സൈനിക നീക്കം അവസാനിപ്പിച്ചു എന്ന് അവരെ ബോധ്യപ്പെടുത്താനായാൽ പിന്നീട് ഒരു സൈനിക നീക്കം ഭാവിയിൽ നടത്തേണ്ടി വന്നാൽ അത് പുതിയ ഒരു ആക്ടിന്റെ പരിധിയിലേ വരുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഈ ഫെബ്രുവരി 28 എന്നുള്ള ഡേറ്റ് മുതൽ അത് കണക്കാക്കില്ല. അത് തന്നെയാണ് ട്രംപിന്റെ പദ്ധതി എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും ഹോർമുസിൽ ഉപരോധം ട്രംപിന്റെ അമേരിക്കയുടെ തുടരുകയാണല്ലോ അജയ്. ഇന്നലെ തന്നെ 45ഓളം കപ്പലുകളെ US സേന തടഞ്ഞു എന്ന് പറയുന്നു. അവിടെയാണ് അജയ് ആദ്യം പറഞ്ഞ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള പ്രതിസന്ധിയും പ്രശ്നവും ഒക്കെ രൂക്ഷമാകുന്നത്. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ പെട്രോളിയം വില പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഒരുപക്ഷെ വർദ്ധിപ്പിച്ചേക്കാം. പെട്രോൾ ബാരലിന് എണ്ണയുടെ വില $120 കടന്ന പശ്ചാത്തലമുണ്ട്. $45 തുടങ്ങിയതാണ് എന്ന് മനസ്സിലാക്കണം. മറ്റ് അവശ്യ സാധനങ്ങളുടെ നീക്കമടക്കം തടസ്സപ്പെട്ട സാഹചര്യം ലോകമെമ്പാടുമുണ്ട്. അത് പ്രധാനമാണ്. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലാണ് യുദ്ധമെങ്കിൽ പോലും, അല്ലെങ്കിൽ പ്രതിസന്ധിയെങ്കിൽ പോലും, പ്രശ്നമെങ്കിൽ പോലും അത് ബാധിക്കുന്ന ലോകരാജ്യങ്ങളെ മുഴുവനാണ്. ഹോർമുസിലെ പ്രശ്നം അതേപടി ഇങ്ങനെ തുടർന്നാൽ ഇനിയും മാസങ്ങളെടുക്കും ഈ പ്രതിസന്ധികളൊക്കെ അവസാനിക്കാൻ.
രഞ്ജിത്ത്, UN-ന്റെ മേധാവിയായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞതാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിലാണെങ്കിലും അന്റോണിയോ ഗുട്ടറസ് ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിലാണ് ഹോർമുസ് കടലിടുക്കിൻ്റെ ഗതിയെങ്കിൽ ലോകം വലിയൊരു ഭക്ഷ്യ അടിയന്തരാവസ്ഥയിലേക്കാണ് പോകുന്നതെന്നാണ്. ശരിക്കും അത്തരമൊരു കാര്യം തന്നെയാണ്, അത്തരമൊരു ഭീതിജനകമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. കാരണം ഇപ്പോൾ തന്നെ പല ചരക്ക് നീക്കങ്ങളും പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടു. ദിവസവും 100-ലധികം കപ്പലുകൾ കടന്നുപോയിരുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ നാമമാത്രമായിട്ടുള്ള ചരക്ക് നീക്കം മാത്രമാണ് നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാനിയൻ ബന്ധമുള്ള 45 കപ്പലുകളെയാണ് US തടഞ്ഞു എന്ന് അവകാശപ്പെടുന്നത്. US-ന്റെ സെൻട്രൽ കമാൻഡാണ് ഇത്തരമൊരു ട്വീറ്റ് സോഷ്യൽ മീഡിയ വഴി ഇട്ടത്. അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ ഈ US-ന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. അതുപോലെ അവരുടെ ടോൾ നിയന്ത്രണവും ശക്തമായിട്ടുള്ള രീതിയിലുണ്ട്. IRGC പുറത്തുവിട്ട ഒരു പ്രസ്താവന ഇപ്പോൾ നമുക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ വന്നിരുന്നു. അതിലവർ അവകാശപ്പെടുന്നത് ഹോർമുസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തങ്ങൾ പുതിയ ചില നിയന്ത്രണങ്ങൾ കൂടി മേഖലയിൽ ആലോചിക്കുന്നുണ്ടെന്ന്. അതായത് അതിന്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല. അതായത് കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് IRGCയും കടക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യം അത് 10 മടങ്ങായി വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുപോലെ ട്രംപിന്റെ പുതിയ പ്രസ്താവനയും വളരെ നിർണായകമാണ്. അദ്ദേഹം പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടോൾ നൽകുന്ന രാജ്യങ്ങൾക്കും ഷിപ്പിംഗ് കമ്പനികൾക്കും മേൽ ഇതുവരെയുള്ളതല്ലാതെ കടുത്ത രീതിയിലുള്ള ഉപരോധങ്ങളും അതുപോലെ തന്നെ മറ്റ് നികുതി ഉൾപ്പെടെ തങ്ങൾ ചുമത്താൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇതും ലോകത്തിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക തന്നെയാണ്. ഈ ചരക്ക് നീക്കം അത് എങ്ങനെയെങ്കിലും പുനരാരംഭിക്കാനുള്ള വലിയ തരത്തിലുള്ള സമ്മർദ്ദം ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ചൈനയും US-നോട് ഇതേ ആവശ്യം കുറച്ചുകൂടി ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കില്ല, അത് ഇനിയും തുടരും എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് ഇറാന്റെ പുതിയ ഇറാന്റെ നിർദ്ദേശങ്ങളും പൂർണ്ണമായും തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ചർച്ചകൾക്കുള്ള സാധ്യതകൾ പൂർണ്ണമായും അടയുകയാണ്. പാകിസ്ഥാന്റെ ഇടപെടലും ഈ വിഷയത്തിൽ വൃഥാവിലാണ് എന്ന് വേണം തൽക്കാലം കരുതാൻ.